കെ സുധാകരന്റെ RSS പ്രസ്താവനയും അംഗത്വ ക്യാമ്പയിൻ പുരോഗതിയും ചർച്ച ചെയ്യാനുള്ള മുസ്ലിം ലീഗ് നേതൃയോഗം ഇന്ന് മലപ്പുറത്ത് ചേരും. രാവിലെ 11 മണിക്ക് മലപ്പുറത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് യോഗം. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി അംഗങ്ങളും ജില്ലാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി CB അനുമോദാണ് ചേരുന്നത്. അനുമോദ്, സ്വാഭാവികമായും ഈ അംഗത്വ പുരോഗതിയായിരിക്കും അവരുടെ അജണ്ട. പക്ഷേ മുഖ്യ ചർച്ചയായി മാറാൻ പോകുന്നത് കെ സുധാകരന്റെ പ്രസ്താവനയാവും. എന്താവും ലീഗിന്റെ ഒരു പൊതുനിലപാടും ഇതിനെ തുടർന്നുള്ള അടുത്ത നീക്കവും? കിരൺ ബാബു, ഇത് ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ കോൺഗ്രസ് അധ്യക്ഷന്റെ RSS പ്രസ്താവന ചർച്ച ചെയ്യാൻ മുസ്ലിം ലീഗ് ഒരു യോഗം വിളിച്ചു ചേർക്കുന്നത്. സുധാകരന്റെ ആവർത്തിച്ചുള്ള RSS അനുകൂല അല്ലെങ്കിൽ RSSനോടുള്ള സോഫ്റ്റ് കോർണർ ഉണ്ടെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രസ്താവനകൾക്കെതിരെ ലീഗ് കടുത്ത നിലപാടെടുക്കുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു നടപടി തന്നെയാണ്. കാരണം ലീഗിന്റെ അണികൾക്കുള്ളിലും ലീഗ് നേതാക്കൾക്കും ഇടയിലും ഈ പ്രസ്താവനകൾ വലിയ തോതിൽ തന്നെ ചർച്ചയായിട്ടുണ്ട്. അതിനെതിരെ നേരത്തെയൊന്നും പരസ്യമായിട്ട് അത്തരത്തിൽ കോൺഗ്രസിനെതിരെ പ്രതികരിക്കാതിരുന്ന മുസ്ലിം ലീഗ് കഴിഞ്ഞ 2 ദിവസങ്ങളായി ശക്തമായ ഭാഷയിലാണ് ഇക്കാര്യത്തിൽ പ്രതികരണങ്ങൾ നടത്തുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ ഇന്ന് യോഗം ചേർന്ന് ലീഗിന്റെ പ്രതിഷേധം UDFൽ അറിയിക്കാനുള്ള തീരുമാനമായിരിക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാവുക. ഒരുപക്ഷെ ഹൈക്കമാൻഡിനെയും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ സുധാകരൻ തടയണമെന്നാവശ്യപ്പെട്ട് അല്ലെങ്കിൽ നടത്തരുതെന്നാവശ്യപ്പെട്ട് ഹൈക്കമാൻഡിനെയും തങ്ങളുടെ പ്രതിഷേധം മുസ്ലിം ലീഗ് അറിയിച്ചേക്കും. കാരണം UDF മുന്നണിയിൽ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ അധ്യക്ഷന്റെ ഭാഗത്തു തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് മുന്നണിയെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യം തീർക്കുന്നുവെന്നാണ് ലീഗ് പറയുന്നത്. അണികളെ പറഞ്ഞ് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൽ സാധിക്കാത്ത അവസ്ഥ വരും. മറുവശത്താണെങ്കിൽ ഇടതുപക്ഷം കടുത്ത നിലപാടുകൾ RSSനെതിരെ സ്വീകരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രചരണം കൂടി നടത്തുമ്പോൾ ഏത് തരത്തിൽ ഈ ഒരു വിഷയത്തിൽ UDFൽ ഒരു അണികൾക്കിടയിൽ ഒരു സമവായം ഉണ്ടാക്കാം എന്ന് അറിയാത്ത അവസ്ഥ വരും. അതുകൊണ്ട് തന്നെ ലീഗിന്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ UDFനെ അറിയിക്കും. ഒരുപക്ഷെ ഹൈക്കമാൻഡിനെയും ഇക്കാര്യത്തിൽ അറിയിക്കും. അതായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ഉരുത്തിരിഞ്ഞു വരാവുന്ന ഒരു സാധ്യത. മറ്റൊരു തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക്, അതായത് മുന്നണിയിൽ നിന്നുകൊണ്ട് മുന്നണിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ലീഗ് ഇക്കാര്യങ്ങൾ പറയുന്നതെന്നാണ് മുസ്ലിം ലീഗ് പരസ്യമായിട്ട് തന്നെ പറയുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളൊക്കെ നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നമുക്ക് കാണുന്നതാണ്. ഗവർണർ വിഷയത്തിലൊക്കെ ലീഗിനും കോൺഗ്രസിനുമുള്ള 2 അഭിപ്രായങ്ങളും ഈ തരത്തിൽ മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ഇടയിൽ ഉണ്ടായിരുന്ന ഒരു സൗഹൃദം അത് അല്പം കുറഞ്ഞ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ന് ചേരാനിരിക്കുന്ന യോഗം വളരെ പ്രധാനപ്പെട്ടതാണ്. കോൺഗ്രസിനെതിരെ മുസ്ലിം ലീഗ് എന്ത് പറഞ്ഞാലും അതിന് ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങളുണ്ട് എന്ന് നമുക്ക് കരുതേണ്ടതുണ്ട്. എന്താണെങ്കിലും ഇന്ന് 10:30-11 മണിയോടെ ആയിരിക്കും യോഗം ആരംഭിക്കുക. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ജില്ലാ ഭാരവാഹികളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ലീഗിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും ഉള്ളിൽ വലിയ ചർച്ചയാകുന്ന അല്ലെങ്കിൽ വലിയ പ്രാധാന്യമുള്ള യോഗമാണ് ഇന്ന് മലപ്പുറത്ത് ചേരാനിരിക്കുന്നത്. കിരൺ ബാബു, അനുമോദ, ഇങ്ങനെ ഒരു പ്രസ്താവന സുധാകരൻ നടത്തുകയും പിന്നീട് ഖേദമൊക്കെ പ്രകടിപ്പിച്ചെങ്കിലും താൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞെങ്കിലും സ്വാഭാവികമായും ലീഗിൽ നിന്ന് പ്രതികരണം ഉണ്ടാവുന്നത് ശരിയാണ്. പക്ഷേ അങ്ങനെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ഇന്നൊരു യോഗം ചേരുകയാണ്. ആ യോഗത്തിന് ശേഷം ഔദ്യോഗികമായി കോൺഗ്രസിനെ അറിയിക്കുകയോ UDF നേതൃത്വത്തെ സമീപിക്കുകയോ ചെയ്യുന്നതിന് പകരം പരസ്യമായ ഒരു പ്രസ്താവനയിലേക്ക് നീങ്ങാനുള്ള സാധ്യത എത്രത്തോളമുണ്ട്? കടുത്ത പരസ്യ പ്രസ്താവനകൾക്ക് സാധ്യത വളരെ കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസം MK മുനീറും അതുപോലെ തന്നെ ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PM സലാമും ഒക്കെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയതാണ്. സുധാകരൻ ആവർത്തിച്ച ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റുന്നു, അല്ലെങ്കിൽ സുധാകരന് ഇത്തരത്തിലുള്ള നാക്കുപിഴകൾ സംഭവിക്കുന്നു എന്നത് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അത് ആവർത്തിക്കരുത് എന്ന താക്കീത് ലീഗ് ശക്തമായ ഭാഷയിൽ തന്നെ പരസ്യമായിട്ട് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. MK മുനീറാണെങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്നത് RSSലേക്ക് പോകേണ്ടവർ പോകട്ടെ എന്നാണെന്ന് സുധാകരനെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സുധാകരനെതിരെ വളരെ ശക്തമായി പരുഷമായിട്ട് തന്നെ ലീഗ് തങ്ങളുടെ നിലപാട് അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു പാർട്ടി ഔദ്യോഗികമായിട്ട് ഒരു യോഗം ചേർന്ന് അതിൻ്റെ നയങ്ങൾ വിശദീകരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ഇത്രയും കടുത്ത ഭാഷയിൽ ഒരു പ്രസ്താവന നമ്മൾക്ക് പ്രതീക്ഷിക്കാനാകില്ല. മറിച്ച് ലീഗിൻ്റെ വിഷമം, ലീഗിൻ്റെ പരിഭവം അല്ലെങ്കിൽ പ്രതിഷേധം അത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട അധികാരികൾക്ക് അല്ലെങ്കിൽ മുന്നണി യോഗത്തിലോ ഹൈക്കമാൻഡിന് മുൻപിലോ അവതരിപ്പിക്കും അല്ലെങ്കിൽ അറിയിക്കും എന്ന ഒരു തീരുമാനത്തിലേക്ക്
എത്തിച്ചേരാനായിരിക്കും സാധ്യത. കാരണം ഈ ഒരു വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് തന്നെ സുധാകരൻ പാണക്കാടേക്ക് വരാനും സാദിഖലി തങ്ങളെയും കുഞ്ഞാലിക്കുട്ടിയെ കാണാനും തയ്യാറെടുത്തിരുന്നു. പക്ഷേ യോഗം കഴിഞ്ഞിട്ട് മതി ഈ കൂടിക്കാഴ്ച എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കടുത്ത ഭാഷയിലുള്ള ഒരു പ്രതിഷേധമോ കടുത്ത ഭാഷയിലുള്ള വിമർശനമോ നമുക്ക് ഈ മീറ്റിംഗിന് ശേഷം ഉള്ള വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്ന് പറയാനാകില്ല. പക്ഷേ ലീഗിനെ സംബന്ധിച്ച് ലീഗിന്റെ വികാരം, ലീഗിന്റെ പ്രതിഷേധം അത് UDF-നെയും ഹൈക്കമാൻഡിനെ അറിയിക്കാനുള്ള ഒരു നിലപാട് പരസ്യമായിട്ട് അവർ പറയാനാണ് സാധ്യത. കിരൺ ബാബു. ശരി, CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്.